ഹായ് നമസ്കാരം, വ്ളോഗേട്ടനാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ കടൽ അടിപൊളിയായിട്ട് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചൂണ്ടയിടാൻ ഇറങ്ങിയതാണ്. ഇന്ന് ശരിക്കും വാവാണ്, കറുത്ത വാവാണ്, കർക്കിടക വാവാണ്. വാവിന് ശരിക്കും കടൽ കൂടുമെന്നൊക്കെയാണ് പറയുക. പക്ഷേ ഇന്നിപ്പോൾ അത്ര വലിയ പ്രശ്നമൊന്നും കാണാനില്ല. അപ്പോൾ നമ്മളവിടെ ചൂണ്ടയിടാൻ ഇറങ്ങിയത് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, എൻ്റെ കൂടെ നമ്മുടെ ഫിഷിംഗ് ട്രാവലർ ഒക്കെ ഉണ്ട്. അവർ ചൂണ്ടയിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്ഥലത്ത് തന്നെയാണ്. അത് നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് എറിഞ്ഞ് നോക്കട്ടോ. അവിടെ മീൻ അടിക്കുന്നതുകൊണ്ട് ഷിഫാനിക്ക് മീൻ അടിക്കുന്നുണ്ട് കേട്ടോ. നിറച്ച് കല്ലാണ്. കല്ലിൽ കുടുങ്ങാതെ കയറ്റി കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഏരിയ കണ്ടാ, ഏരിയ പുറത്ത് കാണാം, മീനെ കാണാം. പക്ഷെ അവിടെ കുടുങ്ങിയിട്ടുണ്ട് സാധനം. വേറെ ഏതോ ചൂണ്ടയിൽ കുടുങ്ങിയതുകൊണ്ടല്ലോ, വേറെ പൊട്ടിപ്പോയ ഏതോ ചൂണ്ടയിൽ കുടുങ്ങിയതാ. ആരുടെയോ പൊട്ടിപ്പോയ ചൂണ്ടയിൽ കുടുങ്ങിയിട്ടുള്ളതാ. പോന്നു കയറ്റിക്കോ. ഇത് ലീഡറായിട്ട് ഉപയോഗിക്കാം. അവിടെ തന്നെ അടിച്ചിട്ടുണ്ട് കേട്ടോ, മീൻ അടിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ എത്തി, അതാ. നമ്മുടെ ഒരുമിച്ച് കുടുങ്ങിയതല്ലേ. അയ്യോ, പൊട്ടിയാ. ഏറ്റവും അത്യാവശ്യം നല്ല ഏറ്റായിട്ട് വരും കേട്ടോ. കടലിൽ അത്യാവശ്യം നന്നായിട്ട് കയറുന്നുണ്ട്. വാവിൻ്റെ കടലേറ്റെന്ന് പറയാറായിട്ടൊന്നുമില്ല, എന്നാലും ഏറ്റത്തിൻ്റെതായിട്ടുള്ളൊരു കടലാണ്. നന്നായിട്ട് കരക്കലേക്ക് അടിച്ച് കയറുന്നുണ്ട്. അപ്പോൾ ചൂണ്ടയിടാനും എറിഞ്ഞു കഴിഞ്ഞ് ഉടനെ കയറിക്കണം, അല്ലെങ്കിൽ നല്ല പാടാണ്. ഇവിടെ സത്യത്തിൽ ഏറ്റവും അധികം സമയം പോണതേ ചൂണ്ടാനല്ല കേട്ടോ, പൊട്ടിപ്പോയിട്ട് അത് കെട്ടാനാണ്. അതായത് രണ്ട് എറിയുമ്പോൾ ഒരെണ്ണം പൊട്ടിപ്പോവും, അങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ പൊട്ടിയത് കെട്ടാനാണ് ഏറ്റവും അധികം സമയം പോണത്. അവരൊക്കെ ഇരുന്ന് കെട്ടിക്കൊണ്ടിരിക്കണ. അതാണ് ഇവിടെ ഏറ്റവും സമയം കളയണ സാധനം. കാരണം മീൻ അടിക്കുന്നുണ്ട്, മീൻ കൊത്തണമുണ്ട്. പക്ഷേ കുറച്ച് കല്ലായതുകൊണ്ടേ പൊട്ടിപ്പോവും, ഉറപ്പായിട്ടും പൊട്ടിപ്പോവും. തിര കയറി വരുന്നുണ്ട് കേട്ടോ. കണ്ടാ, അത് നോക്കാം. പോയിട്ടില്ല. എടുക്കാൻ മതി. തരാട്ടെ. ചുറ്റിക്ക.
തോന്നിയല്ലോ. ഏറ്റവും ആദ്യം കിട്ടിയത് അത്യാവശ്യം ആഴത്തിൽ കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ അതില്ലേ സ്ഥലം മാറ്റി ഒന്ന് എറിഞ്ഞു നോക്കാം. തിര കാരണേ നിൽക്കാൻ പറ്റണില്ല, കുറഞ്ഞു വരുന്നുണ്ട്. ഏറ്റവും കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇറക്കം തിരിക്കും, അപ്പോൾ തിര എന്തായാലും കുറയും. ഇവിടെ എറിഞ്ഞു നോക്കാം. ഇതാകുമ്പോൾ കുറച്ച് തണലുണ്ടേ നിൽക്കാനായിട്ട്. വെയിലാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ തയ്യൊക്കെ കണ്ടില്ലേ, എവിടെ നിന്നിരുന്നതായപ്പോൾ കണ്ടോ ശരിക്കും കടലിലായി. കിട്ടി കിട്ടി കിട്ടി. ചെപ്പേരി. അന്ന് കടൽ മൊത്തം കലങ്ങി മറിഞ്ഞെടുക്കായിരുന്നു. ഐ ഇത് കുഴപ്പമില്ല, ടേസ്റ്റുള്ള മീനാ. അടിച്ച് 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 അതേരി അതേരി. ഓ അത് മറ്റേ ഹെലികോപ്റ്ററാണ്. മീനടിച്ചു തുടങ്ങിട്ടാ. പെട്ടെന്ന് കാലാവസ്ഥ മാറിയിട്ടാ. അതെ മഴ വരുന്നുണ്ട്, നല്ല അടിപൊളി മഴ ചാറി തുടങ്ങി. അവിടെ കടലിലൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ കണ്ടു കഴിഞ്ഞാൽ അവിടെ മഴ പെയ്യുന്നുണ്ട്. അവിടെ നിന്ന് പെയ്ത് പെയ്ത് വരികയാണ്. പെട്ടെന്നാണ് മാറിയത്. ഈ മഴക്കാർ വെച്ച് കിട്ടില്ല മഴക്കാർ. ഏറ്റവും കുറഞ്ഞു തരയൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. നല്ല മീനൊക്കെ കിട്ടി തുടങ്ങിയ സമയമായിരുന്നു. പക്ഷെ ഇപ്പോൾ മഴ കാറ്റ് വീശി കഴിഞ്ഞാൽ പണി പാടും. ഇവിടെ ബ്രൈഡുകളുടെ കളിയാണ് കേട്ടോ. നേരത്തെ പൊട്ടിപ്പോയ ബ്രൈഡുകളാണ്, ആരുടെയൊക്കെയോ പൊട്ടിപ്പോയ ബ്രൈഡുകളാണ്. മൊത്തം കയറി ഉടക്കി. കണ്ടോ എത്ര കളറാന്ന് നോക്കിയാൽ, പച്ച, നീല, ടോപ്പ്, പല കളറിലുള്ള ബ്രൈഡുകളുണ്ട് കേട്ടോ. ആരുടെയൊക്കെ പൊട്ടിപ്പോയതാണാവോ. മൊത്തം നമ്മുടെ കയ്യിൽ കയറി ഉടക്കിയിട്ടുണ്ട്. ജിഗ് പോയിട്ടുണ്ട്. ജിഗ് കിട്ടുമോ നോക്കട്ടെട്ടാ. ട്രിബിൾ ഹുക്കായ കാരണേ എളുപ്പമല്ല. തെങ്ങിൻ്റെ പൊല്ലയിലുടക്കിയിട്ട് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ തന്നെ വന്ന് കയറി. ഇതന്നെയല്ലേ പോയത്? ഇതന്നെ പോയത്. അല്ല ചിലപ്പോൾ പോയതാവില്ല കിട്ടേ. കളറ് മാറി. അപ്പം നമ്മൾ തൽക്കാലം ഇവിടുത്തെ ചൂണ്ടടൽ ഇപ്പം ഇന്നത്തെ നിർത്തിയിട്ടാ. നല്ല കടൽ ഒതുങ്ങിയിട്ടുണ്ട്, പക്ഷേ മീനിൻ്റെ ആക്ടിവിറ്റി കുറച്ച് കുറഞ്ഞു.
പിന്നെ സമയം 2 മണി 2:30 ആയിട്ടുണ്ട്. അപ്പോൾ ശരി എന്തായാലും.